Hello everyone, welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ഇന്ന് അത്ര അടിപൊളിയായ ഞായറാഴ്ചയൊന്നും അല്ലായിരുന്നു, എന്നത്തെയും പോലൊരു ദിവസം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇന്ന് വ്ളോഗിൽ അമ്മയില്ല. 1-2 ദിവസം എന്നെ ഫ്രീ ആയിട്ട് വ്ളോഗ് ചെയ്യാൻ വിട്ട് അമ്മ ജോലിക്ക് പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒച്ച അനക്കമൊക്കെ ഉണ്ടാവണമെങ്കിൽ അമ്മയും കൂടെ ഉണ്ടാവണം. ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട, പൂർവാധികം ശക്തിയോടെ ശ്രീജാമ തിരിച്ചു വരും. അതവിടെ നിൽക്കട്ടെ, പിന്നെ നമ്മൾ സ്കിൻ കെയർ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 2 ആഴ്ചയായി. ഫേസിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിഫറൻസ് ഉണ്ട്, എന്നാൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ ഫേസ് ഷോപ്പിന്റെ ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ, പക്ഷെ വില ഒരല്പം കൂടുതലാ. വാങ്ങുന്നവർ കുറച്ച് ഉപയോഗിക്കുക, ഇതുകൊണ്ട് തലയൊന്നും കഴുകരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് കഴുകിയത് ഈ ഫേസ് വാഷ് കൊണ്ടാ. എന്തെങ്കിലും പറയാൻ പറ്റുമോ? കൂട്ടുകാരനായി പോയില്ലേ. പണ്ടത്തെ എന്റെ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കുന്ന സോപ്പ് കൊണ്ടുവരെ ഞാൻ മുഖം കഴുകുമായിരുന്നു. ആരും ചിരിക്കുകയൊന്നും വേണ്ട, ഒട്ടുമിക്കവരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന മറ്റു പ്രൊഡക്റ്റിന്റെ ഒക്കെ റിവ്യൂ കേൾക്കാം. വെയിറ്റ്, ഞാനൊന്ന് ഫേസ് ഡ്രൈ ആക്കട്ടെ. മിനിമലിസ്റ്റിന്റെ നിയാസിനിമേഡ് ഓക്കെ ആണ്, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ഒന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് മിനിമലിസ്റ്റിന്റെ തന്നെ മോയ്സ്ചറൈസർ ആണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഇച്ചിങ് ഉണ്ട്, പിന്നെ നല്ല രീതിയിൽ തന്നെ പൊള്ളുന്നുമുണ്ട്. ഇത് ഓയിലി സ്കിന്നിന് പറ്റിയതേ അല്ല. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ, ഐ ലവ് ദിസ് പ്രൊഡക്റ്റ്. കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. ഞാൻ ഡെയിലി ഒരു 3 മണിക്കൂർ വെയിൽ കൊള്ളുന്ന വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊരു പോസിറ്റീവ് ഫീലാണ് തന്നത്. നമ്മൾ ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. വർക്കൗട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ പണ്ട് നല്ല തടിയനായിരുന്നു, പക്ഷെ എനിക്ക് ആ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ തടി നല്ലതാണെന്ന്. എനിക്ക് എന്നോട് ഭയങ്കര സെൽഫ് ലവ് ആയിരുന്നു. ഒരു ദിവസം ആ ലവ് ഒക്കെ തീർന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് +2 പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് ഭയങ്കര ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളെ കയറി പ്രപ്പോസ് ചെയ്തു. അന്ന് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് നൈസായിട്ട് എൻ്റെ ചെസ്റ്റിൽ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ ഈ സാധനം എനിക്ക് ഇഷ്ടമല്ലെന്ന്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും. അന്ന് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം വളരെ വലുതായിരുന്നു. പിന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ് ഓട്ടോയിലുള്ള സവാരി. ഇതെൻ്റെ അച്ഛൻ്റെ ചെറിയൊരു സൈഡ് ബിസിനസ്സാണ്. അച്ഛന് സമയമില്ലാത്തപ്പോൾ ഞാനോടും. ഇതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഏണിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കാരണം അച്ഛൻ എന്നോടൊന്നും വാങ്ങാറില്ല. ഇന്ന് കിട്ടുന്ന പൈസക്കും പിന്നെ എൻ്റെ സാലറിയിൽ നിന്നൊക്കെ മിച്ചം പിടിച്ചാൽ ഞാൻ എൻ്റെ ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങുന്നത്. പിന്നെ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. പിന്നെ എല്ലാവരെയും പോലെ തന്നെ ഞാൻ പഠിച്ച കോഴ്സും ഞാൻ ചെയ്യുന്ന ജോലിയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ പഠിച്ച കോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇന്ന് നമ്മളൊരു അനിയത്തിയുടെ കൊച്ചിൻ്റെ 28 കേട്ടുണ്ട്. അനിയത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു പ്രായം. ഇന്ന് അവിടെ നിന്നാണ് നമ്മുടെ ഫുഡ്. മാത്രമല്ല എൻ്റെ കൂടെ അച്ഛനുണ്ട്, പിന്നെ നമ്മുടെ കുറച്ച് കസിൻസും ഉണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാം വന്നാലേ കസിൻസിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു രസമല്ലേ. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രാവലിംഗ് ഉണ്ട് അവരുടെ വീട്ടിലെത്താൻ വേണ്ടി. ഇന്നത്തെ വെതറിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല അടിപൊളി ചൂടാ. ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഇപ്പോഴത്തെ ചൂട് ഇങ്ങനെയാണെങ്കിൽ വരുന്ന മഴക്കാലം പൊടി പിടിക്കും. മഴയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് മുല്ലപ്പെരിയാറിന്റെ ദൃശ്യമാണ്. എത്ര കൊല്ലമായി നമ്മളൊക്കെ മുല്ലപ്പെരിയാർ പണിയാൻ ശ്രമിക്കുന്നു. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മുല്ലപ്പെരിയാറിന്റെ പ്രശ്നമൊക്കെ രൂക്ഷമാകുന്നത്. ആ കുഞ്ഞു പ്രായത്തിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ടീച്ചർമാരുടെ കൈയൊക്കെ പിടിച്ച് സമരം ചെയ്തത് ഇപ്പോഴും ഓർക്കുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും 28 കെട്ടിൻ്റെ പകുതിയായി. ഇനി നിങ്ങൾ കാണുന്ന പകുതി വിഷ്വൽസിലും എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ അഭിനയിച്ച് തകർക്കുക. അവർ മാത്രമല്ല കേട്ടോ, കൂടെ ഞാനും അഭിനയിക്കുന്നുണ്ട്. ഇന്നിവിടെ കഴിക്കാൻ നല്ല അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങൾ നല്ല അടിപൊളി ഇറച്ചി മീനൊക്കെ പ്രതീക്ഷ വന്നേ, എന്നാലും കുഴപ്പമില്ല. എല്ലാ ഫാമിലിയിലും കാണും ഇതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു ആൻറ്റി. പക്ഷേ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ആക്ടിങ് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല. എൻ്റെ ഇരിപ്പൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, വീഡിയോ കഴിയുമ്പോൾ തള്ളി താഴ്ത്തലും.
പിന്നെ ഇവിടെ പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം, കണ്ടുവന്റെ പറമ്പിൽ എന്തുണ്ടെങ്കിലും അത് നമുക്ക് വേണം. സ്വന്തം വീട്ടിലുണ്ടായ നമ്മൾ ആരും തിന്നത്തില്ല. ഞാനും അങ്ങനെയാണ് കേട്ടോ. പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. ഇതുണ്ട് പഴുത്ത പൈനാപ്പിൾ പച്ചക്കായിരിക്കും മധുരം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പച്ചക്കൊക്കെ മധുരം അറിയാൻ പറ്റും.